ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ മനസ്സിന് ഒത്തിരി ദുഃഖവും വേദനയും പേറി ഇത്രയും നാളുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില തെറ്റായ തീരുമാനങ്ങൾ കാരണം, ചില എടുത്തുചാട്ട പ്രവൃത്തി കാരണം, ആലോചിക്കാതെയുള്ള ചില പ്രവർത്തനങ്ങൾ കാരണം, ചില വ്യക്തികളെ അകമഴിഞ്ഞ് വിശ്വസിച്ചത് കാരണം, ചേർക്കേണ്ടത് ചേർക്കാതിരുന്നത് കാരണം, ചേർക്കാതിരിക്കേണ്ടത് ചേർത്തത് കാരണം ഇന്ന് നമ്മിൽ പലരും ഒത്തിരി ദുഃഖവും നഷ്ടങ്ങളും പരാജയങ്ങളും സംഭവിച്ച് ആരോഗ്യം ക്ഷയിച്ച് വേദനയും ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ എങ്കിൽ, കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങൾക്കൊരു പുതിയ ജീവിതമുണ്ട്, നിങ്ങൾക്കൊരു പുതിയ സന്തോഷത്തിൻ്റെ വകയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ബലഹീനതകളെ, കുറവുകളെ, പരാജയങ്ങളെ എല്ലാം കർത്താവ് ഈ രാത്രിയിൽ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക. കർത്താവിന് നിങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. കർത്താവിൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. നമ്മുടെ സന്തോഷങ്ങൾ കെടുത്തിയ ഓരോ അവസ്ഥയെയും, വ്യക്തിയെയും, അവസരങ്ങളെയും കർത്താവിന് സമർപ്പിക്കുക. നമ്മുടെ സന്തോഷം കെടുത്തിയ എല്ലാ തീരുമാനങ്ങളെയും സമർപ്പിക്കുക. വന്നുപോയ കുറവുകളെ, ബലഹീനതകളെ സമർപ്പിക്കുക. എല്ലാ തെറ്റിദ്ധാരണകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഇന്ന് ഇത്രയധികം വിഷമങ്ങൾ നാം അനുഭവിക്കേണ്ടി വന്നതിൻ്റെ കാരണങ്ങൾ ഓരോന്നായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് ഒരിക്കലും നിങ്ങളുടെ തെറ്റായ തീരുമാനങ്ങളെ അവിടുന്ന് വിമർശിക്കുകയില്ല. നിങ്ങളുടെ ജീവിത പരാജയങ്ങളെ അവിടുന്ന് ചോദ്യം ചെയ്യുകയില്ല. നിങ്ങളുടെ തിന്മയെ അവിടുന്ന് ചോദ്യം ചെയ്ത് നിങ്ങളെ ദുഃഖിപ്പിക്കുകയില്ല. ഇപ്പോഴും കർത്താവ് ഈ രാത്രിയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. മകനെ, മകളെ, നിന്റെ എല്ലാ വീഴ്ചകളോടും കുറവുകളോടും പരാജയങ്ങളോടും പരാധീനതകളോടും എന്നിലേക്ക് തിരികെ വരിക. ഞാൻ കരുണയുള്ള കർത്താവാണ്. അവിടുന്ന് ഈ രാത്രിയിൽ നമ്മെ വിളിക്കുന്നു. കരുണയുള്ള ദൈവം നമ്മെ ആശ്ലേഷിക്കുന്നു. മകനെ, മകളെ, നീ ഭയപ്പെടരുത്, നീ ദുഃഖിക്കരുത്. നിന്റെ കർത്താവിൽ നീ സന്തോഷമടയും. നീ ദുഃഖിക്കരുത്. നിന്റെ വേദനകളെല്ലാം ആനന്ദമായി മാറും. വിശ്വസിക്കുക. ഈ രാത്രിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവിൽ നമുക്ക് അഭയം തേടാം. ദൈവവചനം ശ്രവിക്കാം. നാളത്തെ നിയോഗങ്ങൾ സമർപ്പിച്ച് നിങ്ങൾക്കെന്താണോ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ദൈവത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ചോദിക്കുക. ചോദിക്കുന്നവർക്ക് കർത്താവ് നൽകും. നിങ്ങളുടെ മനസ്സിന് സന്തോഷം വേണോ? നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ക്രമം വേണോ? ചോദിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് സമാധാനമായി ജീവിക്കണം, സന്തോഷപരമായി ആരോഗ്യത്തോടെ ജീവിക്കണം, ചോദിക്കുക. കർത്താവ് ഈ രാത്രിയിൽ നിങ്ങൾക്ക് നൽകും. ബാധ്യതകളെല്ലാം അകറ്റി ഒന്ന് സ്വസ്ഥമാകണം, നിങ്ങൾ ചോദിക്കുക. ദൈവം ഈ രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കും. അവിടുന്ന് നിങ്ങളുടെ വേദനകളെ ആനന്ദമാക്കി മാറ്റും, ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റും. വിശ്വസിക്കുക. നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 104, 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ ദൈവമേ, അങ്ങ് നിർദ്ദേശിച്ച ഇടങ്ങളിൽ പർവ്വതങ്ങൾ പൊങ്ങിയും താഴ്വരകൾ താണും നിൽക്കുന്നു. ജലം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കാൻ അങ്ങ് അതിന് അലംഘനീയമായ അതിര് നിശ്ചയിച്ചു. അവിടുന്ന് താഴ്വരകളിലേക്ക് ഉറവകളെ ഒഴുക്കുന്നു. അവ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു. എല്ലാ വന്യമൃഗങ്ങളും അതിൽ നിന്ന് കുടിക്കുന്നു. കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു. ആകാശപ്പറവകൾ അവയുടെ തീരത്ത് വസിക്കുന്നു. മരക്കൊമ്പുകൾക്കിടയിലിരുന്ന് അവ പാടുന്നു. അവിടുന്ന് തൻ്റെ ഉന്നതമായ മന്ദിരത്തിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു. അങ്ങയുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തിയടയുന്നു. അവിടുന്ന് കന്നുകാലികൾക്കു വേണ്ടി പുല്ലുമുളപ്പിക്കുന്നു. മനുഷ്യന് ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കാൻ
കൃഷിക്കു വേണ്ട സസ്യങ്ങൾ മുളപ്പിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ വീഞ്ഞും മുഖം മിനുക്കുവാൻ എണ്ണയും ശക്തി നൽകാൻ ഭക്ഷണവും പ്രദാനം ചെയ്യുന്നു. കർത്താവിൻ്റെ വൃക്ഷങ്ങൾക്ക് അവിടുന്ന് നട്ടുപിടിപ്പിച്ച ലെബനോനിലെ ദേവദാരുക്കൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കുന്നു. അവയിൽ പക്ഷികൾ കൂടുകൂട്ടുന്നു. കൊക്ക് ദേവദാരുവിൽ ചേക്കേറുന്നു. ഉയർന്ന പർവ്വതങ്ങൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാണ്. ഋതുക്കൾ നിർണയിക്കാൻ അവിടുന്ന് ചന്ദ്രനെ നിർമ്മിച്ചു. സൂര്യന് തൻ്റെ അസ്തമയം അറിയാം. അവിടുന്ന് ഇരുട്ട് വരുത്തുന്നു, രാത്രിയാക്കുന്നു. അപ്പോൾ വന്യജീവികൾ പുറത്തിറങ്ങുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇത്രമാത്രം നീ ഈ ഭൂമിയെയും മലകളെയും താഴ്വരകളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലും ഇത്രമാത്രം കാരുണ്യത്തോടെ നീ കാത്ത് സംരക്ഷിക്കുന്ന ദൈവമേ, ഇത്രമാത്രം നിന്റെ കരുണ സകല സൃഷ്ടവസ്തുക്കൾക്കും നീ നൽകുന്നു എങ്കിൽ കർത്താവേ, എത്രമാത്രം നീ മനുഷ്യരായ ഞങ്ങൾക്ക്, നിന്റെ മക്കളായ ഞങ്ങളെ നീ എത്രമാത്രം പരിപാലിക്കുകയില്ല. ദൈവമേ, ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ ദുഃഖിതരായിരിക്കുന്നവർക്ക് സന്തോഷമായി ഈ വചനം അവരെ സുഖപ്പെടുത്തട്ടെ. കർത്താവേ, എല്ലാം നഷ്ടപ്പെട്ട് ചില തെറ്റായ തീരുമാനങ്ങൾ കാരണം, ചില പ്രകോപനപരമായ ചിന്തകൾ കാരണം നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ, നഷ്ടപ്പെട്ടു പോയ സമ്പത്ത്, നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ബന്ധുബലം എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. നഷ്ടപ്പെടുത്തിയ ആരോഗ്യം കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ദൈവമേ, ഞങ്ങളുടെ നഷ്ടങ്ങളും ഞങ്ങളുടെ കുറവുകളും പാപങ്ങളും നോക്കുകയാണ് എങ്കിൽ ഞങ്ങൾക്ക് ദുഃഖിക്കാൻ മാത്രമേ നേരമുള്ളൂ. എന്തെന്നാൽ കർത്താവെ, നീ കൽപ്പിച്ചവയിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോയി. എന്നാൽ ഈ രാത്രിയിൽ നിന്റെ കരുതലിൽ, കാരുണ്യത്തിൽ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാം തകിടം മറിക്കുന്ന മനുഷ്യരായ ഞങ്ങൾ വീണ്ടും കർത്താവെ നിന്നിലേക്ക് അഭയം തേടുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. നിനക്കെല്ലാം പുതുതായി സൃഷ്ടിക്കാൻ സാധിക്കും. നിനക്കെല്ലാം നവീകരിക്കാൻ സാധിക്കും. ഞങ്ങളുടെ തകർന്നുപോയ ജീവിതത്തെ, തകർന്നുപോയ പ്രതീക്ഷകളെ, പ്രത്യാശകളെ, തകർന്നുപോയ സ്വപ്നങ്ങളിലേക്ക് വീണ്ടും നിന്റെ സ്നേഹവും കാരുണ്യവും കരുതലും അയച്ച് ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തെ നീ പുനരുജ്ജീവിപ്പിക്കണമേ. ഞങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകണമേ. ദുഃഖവും വേദനയും മറന്ന് സന്തോഷവും ആനന്ദത്തോടെയും ദൈവത്തിൽ അഭയം കൊണ്ട് ഒരു നല്ല ജീവിതം ജീവിക്കുവാൻ, അനുഗ്രഹത്തിൻ്റെ ജീവിതം ജീവിക്കുവാൻ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ജീവിതം നയിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിൻ്റെ വേദന അകറ്റി, ദുഃഖമാകറ്റി, സന്തോഷം ആനന്ദവും കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിലെ സകല സൃഷ്ടവസ്തുക്കളും നിന്നിൽ ആനന്ദിക്കുന്നു. ദൈവമേ, ഈ ഭൂമി നിന്നിൽ ഫലമണിയുന്നു. ഈ ഭൂമിയിൽ വസിക്കാൻ നീ തിരഞ്ഞെടുത്ത മനുഷ്യരായ ഞങ്ങളെ നീ കരുതണമേ. കാരുണ്യവാനായ ദൈവമേ, നിന്റെ കാരുണ്യം അനുഭവിച്ച് ഈ രാത്രിയിൽ ഉറങ്ങാൻ, എല്ലാം നഷ്ടപ്പെട്ടാലും നിന്നിൽ ഒരു പുതിയ ജീവിതം ഞങ്ങൾ കാണുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ദിവസങ്ങൾ, രാത്രികൾ ഞങ്ങൾ കാണുന്നു. കർത്താവെ, നല്ലൊരു ജീവിതം ഞങ്ങൾ കാണുന്നു. നിന്നിൽ വിശ്വസിക്കുന്നവർക്ക്, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് നീ നൽകുന്ന ഒരു നന്മയുടെ ജീവിതം, സമൃദ്ധിയുടെ ജീവിതം, സമാധാനത്തിൻ്റെ ജീവിതം, സന്തോഷത്തിൻ്റെ ജീവിതം, അഭിവൃദ്ധിയുടെ ജീവിതം ഞങ്ങൾ കാണുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ഞങ്ങളെ കൈവിടുകയില്ല. നീ ഞങ്ങളെ അനുഗ്രഹിക്കും. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഇനി മുതൽ സന്തോഷത്തോടെ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ തിരിയാനുള്ള മനസ്സ് നൽകി നിന്നിൽ സകലതും നവീകരിക്കപ്പെടും എന്ന വിശ്വാസത്തോടെ കിടന്നുറങ്ങാൻ എൻ്റെ പ്രിയപ്പെട്ട, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരിമാരെ, മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, വയോവൃദ്ധരെ, എന്നെ കേൾക്കുന്ന
എല്ലാ ദൈവ ശുശ്രൂഷകരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ വേദനയെ സമർപ്പിക്കുന്നു. എല്ലാത്തിലും ഞാൻ നിന്നിൽ പരിഹാരം കാണുന്നു. കർത്താവേ, നിന്നിലേക്ക് ഞാൻ ഈ മക്കളെ സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ, കാത്തുകൊള്ളണമേ. ഇവരെ നിൻ്റെ സമൃദ്ധിയാൽ നീ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ആയുസ്സും ആരോഗ്യവും നൽകി സന്തോഷമെന്തെന്ന് അനുഭവിക്കാൻ ഈ മക്കളെ നീ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ പുറത്ത് പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള കരുത്ത് നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ല ഒരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി സന്തോഷവും സമാധാനവും വീണ്ടെടുത്ത് ആയുസ്സും ആരോഗ്യവും നൽകി നല്ല ഒരു ജീവിതത്തിന് നിങ്ങളെ ഉടമകളാക്കി ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങാനുള്ള ശക്തി നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രഭാതത്തിലെ ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയുവാനും നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് വീണ്ടും ഉണർത്തി ആശീർവദിക്കട്ടെ. ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ കാത്തു പരിരക്ഷിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക, മറക്കരുത്. നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.